എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 53, 54 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം തന്നെയാണുള്ളത്. കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാന്ദീപനിയുടെ മകനെ അന്വേഷിച്ചുകൊണ്ട് ഭഗവാൻ യമപുരത്തിലേക്ക്, അതായത് യമപുരി കാലപുരിയിലേക്ക് ചെന്നുവെന്നും ഭഗവാനെ കണ്ട ഉടനെ തന്നെ യമൻ ആ പുത്രനെ, സാന്ദീപനിയുടെ പുത്രനെ തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി ആ മകനെയും കൊണ്ട് ഗുരുവിൻ്റെ അടുത്തേക്കുള്ള വരവാണ് അടുത്തതായിട്ട് വർണ്ണിക്കുന്നത്. നമുക്ക് ആദ്യം 53ാമത്തെ ശ്ലോകം നോക്കാം. തമാഗതം പ്രേതപതേ സകാശാദ് ദൃഷ്ട്വാ സുതം വീക്ഷ്യ ച ശിഷ്യഭക്തിം പ്രീതിപ്രകർഷാഗത ബാഷ്പധാര പതിർദ്വിജാനാം കഥമപ്യവാദീത്. ആദ്യം പദച്ഛേദം പറയാം. തം ആഗതം പ്രേതപതേഃ സകാശാത് ദൃഷ്ട്വാ സുതം വീക്ഷ്യ ച ശിഷ്യഭക്തിം പ്രീതിപ്രകർഷാഗത ബാഷ്പധാര പതി ദ്വിജാനാം കഥം അപി അവാദീത്. എന്താണ് പറഞ്ഞു വരുന്നത്? ശ്രീകൃഷ്ണനെയും ബലരാമനെയും പുത്രനോട് കൂടിയിട്ട് വരണതായിട്ട് കാണുകയാണ് സാന്ദീപനി. അതാണ് പറഞ്ഞു തുടങ്ങുന്നത്. പ്രേതപതേഃ സകാശാത് ആഗതം തം സുതം ദൃഷ്ട്വാ. ആരെയാണ്? മകനെയാണ് ആദ്യം കാണുന്നത്. പ്രേതപതേഃ സകാശാത്. പ്രേതപതി എന്ന് പറഞ്ഞാൽ യമരാജാവ്. യമരാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന്, സകാശാത് സമീപത്തിൽ നിന്ന്, ആഗതം തിരിച്ചു വരുന്നവനായ, അതായത് കുളിക്കാൻ പോയിട്ട് അങ്ങനെ കാണാനില്ലാതെ ആയതാണല്ലോ ആ മകനെ. ആ മകൻ പോയി വരുണാലയത്തിൽ നിന്നുമൊക്കെ പോയിട്ട് യമപുരത്തിലേക്ക് എത്തി. അവിടെ നിന്നാണ് ശ്രീകൃഷ്ണനും ബലരാമനും കൂടിയിട്ട് പുത്രനെ കൊണ്ടുവന്നത്. അപ്പോൾ പ്രേതപതിയുടെ കൊട്ടാരത്തിൽ നിന്നും അല്ലെങ്കിൽ പുരത്തിൽ നിന്നും തിരിച്ചു വരുന്നവനായ ആഗതം തം സുതം, തൻ്റെ ആ പുത്രനെ, നഷ്ടപ്പെട്ട ആ പുത്രനെ ദൃഷ്ട്വാ കണ്ടിട്ട്. മാത്രമല്ല വേറൊരു കാര്യം കൂടിയും സാന്ദീപനിക്ക് മനസ്സിലാവാണ്. ശിഷ്യഭക്തിം ച വീക്ഷ്യ. ശിഷ്യന്മാരുടെ ഭക്തി ഉണ്ടല്ലോ, ആ ഗുരുക്കന്മാരോട് ശിഷ്യന്മാർക്കുള്ളതായ അചഞ്ചലമായിട്ടുള്ള ഭക്തി. എന്താണ് ഗുരു പറയണത്, എന്താണ് ആവശ്യപ്പെടുന്നത്, അത് യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സാധിച്ചു കൊടുക്കുക എന്നുള്ളത് ശിഷ്യന്മാരുടെ ഭക്തിയാണ്. അത് വളരെ കുറച്ച് പേർക്കൊക്കെ അത്ര തീവ്രമായിട്ടുള്ള ഭക്തിയൊക്കെ ഉണ്ടാവാറുള്ളൂ, പണ്ടായാലും എപ്പോഴായാലും. പണ്ട് കാലത്ത് അതൊരു ചിട്ട തന്നെയായിരുന്നു. പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഗുരുവിന് വേണ്ട ദക്ഷിണ കൊടുക്കുക എന്നുള്ളത്. അത് ഏകലവ്യനെ പോലെയുള്ളവർ തൻ്റെ വിരൽ തന്നെ കൊടുത്തിട്ടാണ് ഗുരുദക്ഷിണ ആയിട്ട് അങ്ങനെ കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഗുരുക്കന്മാരോട് ഭക്തിയുള്ള ആൾക്കാർ ഒരു കാലത്തുണ്ടായിരുന്നു. പിന്നെ കാലം മാറിയപ്പോൾ എല്ലാത്തിൻ്റെ സമ്പ്രദായങ്ങളും മാറിപ്പോയി. ഗുരുക്കന്മാരോടുള്ള സമീപനവും ഗുരുക്കന്മാർക്ക് ശിഷ്യന്മാരോടുള്ള സമീപനവും ഒക്കെ മാറി. എന്നാലും ഗുരുവിനോട്, തന്നെ വിദ്യ അഭ്യസിപ്പിച്ച ഗുരുക്കന്മാരോട്, ഗുരുവിനോടുള്ള ഭക്തി എന്ന് പറയുന്നത് വളരെ മാതൃകാപരമാവണം. ഗുരു ആജ്ഞാപിച്ചത് എന്തു തന്നെയായാലും, ഇപ്പോൾ തൻ്റെ പുത്രനെ കിട്ടണമെന്നാണ് പറഞ്ഞത്, അത് ശ്രീകൃഷ്ണൻ ആയതുകൊണ്ട് സാധിച്ചു കിട്ടിയതാണ്. അതല്ലെങ്കിൽ ഗുരുവിന് ഇത്ര വലിയൊരു ചോദ്യം ചോദിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെയൊന്ന് ആവശ്യപ്പെട്ടാൽ അത് നടത്തി കൊടുക്കാൻ പറ്റിയ ശിഷ്യന്മാർ ആരും ഉണ്ടാവില്ല. എന്നിട്ടും ഭഗവാനോട് ചോദിച്ചതിനെ പറ്റിയിട്ട് സാന്ദീപനി അതിനുശേഷം ഞാൻ ചെയ്തത് ഇത്തിരി കൂടിയതായിപ്പോയി, കൂടിയ കാര്യമായി എന്ന് പറയുന്നുണ്ട്. അടുത്ത ശ്ലോകത്തിൽ സുകുമാരകവി അത് വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ഗുരുക്കന്മാരോട് ശിഷ്യന്മാർക്ക് തോന്നുന്നതായ ഭക്തിയെ പറ്റിയിട്ടാണ് ഇവിടെ. അത് കണ്ടിട്ട്, അതും കൂടി കണ്ടിട്ട്, പ്രേതാലയത്തിൽ നിന്ന് തിരിച്ചു വന്ന തൻ്റെ പുത്രനെയും ഒപ്പം തന്നെ താൻ പറഞ്ഞത് അതേപടി കേട്ട് അനുസരിച്ച് മകനെ കൊണ്ടുവന്ന ശിഷ്യന്മാരുടെ ഭക്തി കണ്ടിട്ടും, അതാണ് ശിഷ്യഭക്തിം ച വീക്ഷ്യ, അതുകൂടി കണ്ടിട്ട്, പ്രീതിപ്രകർഷ ആഗത ബാഷ്പധാര, കണ്ണിൽ നിന്ന് അറിയാതെ വെള്ളം വീണുപോയി സാന്ദീപനിയുടെ മുഖത്ത്. അതായത് കണ്ണീരണിഞ്ഞു സാന്ദീപനി. വല്ലാതെ ദുഃഖമാണോ, താൻ ചെയ്തത് ഇത്രയൊക്കെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ, മകനെ കണ്ടതിൻ്റെ ഒരു സന്തോഷം, തനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു തന്നൂലോ എന്നുള്ളതിൻ്റെ ആ ഒരു കടപ്പാട് കൊണ്ട്, തനിക്ക് മകനെ കിട്ടിയില്ലോ എന്നുള്ള ആ ഒരു സന്തോഷം കൊണ്ടുമൊക്കെ ശ്രീകൃഷ്ണനോടും ബലരാമനോടും തോന്നിയതായ വാത്സല്യാധിക്യം, അതുകൊണ്ടൊക്കെ കൂടിയിട്ട് കണ്ണിൽ നിന്ന് ഇടതടവില്ലാതെ ബാഷ്പധാര പ്രവഹിച്ചു. അതാണ് പ്രീതിപ്രകർഷാഗതം.
വർദ്ധിച്ച ആനന്ദം കൊണ്ട് ഒഴുകി വരുന്നതായ ബാഷ്പധാര, കണ്ണീരോടുകൂടിയ ആ സാന്ദീപനി. ദ്വിജാനാം പതി എന്നാണ് പറയുന്നത്. ബ്രാഹ്മണനിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ബ്രാഹ്മണൻ, അത്രയ്ക്ക് ഉത്തമനായിട്ടുള്ള ആ സാന്ദീപനി. കഥമപി അവാദീത്, എങ്ങനെയൊക്കെയോ രണ്ട് വാക്യങ്ങൾ ശ്രീകൃഷ്ണനോടും ബലരാമനോടും കൂടിയിട്ട് പറഞ്ഞു. വാക്കുകളൊന്നും പുറത്തേക്ക് വരുന്നില്ല, അതുകൊണ്ടാണ് കഥമപി എന്നൊക്കെ പറഞ്ഞത്. കരച്ചിൽ വരുമ്പോൾ വാക്കുകൾ പുറത്തേക്ക് വരില്ല, അതങ്ങനെ കഴുത്തിൽ തടഞ്ഞു നിൽക്കുന്നത് പോലെയാണ് തോന്നുക. അങ്ങനെയൊക്കെ ആയിട്ടും എങ്ങനെയൊക്കെയോ ശ്രീകൃഷ്ണനോടും ബലരാമനോടും കൂടിയിട്ട് സാന്ദീപനി ഇപ്രകാരം പറഞ്ഞു എന്നാണ് പറയണത്. അത് അടുത്ത ശ്ലോകത്തിലാണ് എന്താ പറയണത് എന്നുള്ളത്. നമുക്ക് 54-ാമത്തെ ശ്ലോകം നോക്കാം. കൃതം പ്രയത്നേന വിനായുവാഭ്യാം യദ്ദുഷ്കരേ കർമ്മണി മന്നിയോഗ അവാപ്സ്യധസ്തജ്ജഗതി പ്രതിഷ്ഠാം നൃശംസതാ മേ യുവയോശ്ച കീർത്തി. ആദ്യം പദച്ഛേദം പറയാം. കൃതം പ്രയത്നേന വിനാ യുവാഭ്യാം യത് ദുഷ്കരേ കർമ്മണി മന്നിയോഗ അവാപ്സ്യഥ തത് ജഗതി പ്രതിഷ്ഠാം നൃശംസതാ മേ യുവയോഹ ച കീർത്തി. എന്താണ് സാന്ദീപനി കുറച്ചൊരു കുറ്റബോധത്തോട് കൂടിയിട്ട് പറയണത് എന്നാണെങ്കിൽ, ദുഷ്കരേ കർമ്മണി മന്നിയോഗ യത്, ദുഷ്കരമായ ഒരു കർമ്മമാണ് നിങ്ങളിപ്പോൾ ചെയ്തത്. ദുഷ്കരം എന്ന് പറഞ്ഞാൽ ദുഃഖേന കർത്തും ശക്യ ദുഷ്കര, ആർക്കും അങ്ങോട്ട് വേഗം ചെയ്തു തീർക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു പ്രവൃത്തിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളോട് ആവശ്യപ്പെട്ടത്. ആ പ്രവൃത്തി നിങ്ങൾ വളരെ വേഗം ചെയ്തു തന്നു. അത് നിങ്ങളായതുകൊണ്ട്, ശ്രീകൃഷ്ണനും ബലരാമനും ഒക്കെ ആയതുകൊണ്ട് അത് വേഗം ചെയ്യാൻ പറ്റി. അതാണ് ദുഷ്കരേ കർമ്മണി മന്നിയോഗ. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും നിയോഗിച്ചത്, നിങ്ങളെ ഏർപ്പെടുത്തിയത് വളരെ കഠിനമായിട്ടുള്ള ഒരു പ്രവൃത്തിയിൽ തന്നെയായിരുന്നു. യത്, ആ ഒരു കർമ്മമുണ്ടല്ലോ, അത് നിങ്ങളെങ്ങനെയാണ് ചെയ്തത്? പ്രയത്നേന വിനായുവാഭ്യാം കൃതം, യാതൊരു പ്രയത്നവുമില്ലാതെ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ ചെയ്തു നിങ്ങൾ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവണത്. അതായത് ഇവർ ഭഗവാന്മാർ തന്നെയാണല്ലോ, ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അംശങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള അവതാരമാണ്. അങ്ങനെയുള്ളവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടൊന്നും ആവില്ല. മഹത്തായിട്ടുള്ളൊരു കർമ്മമാണ് ഞാൻ നിങ്ങളോട് ചെയ്തു തരാൻ ആവശ്യപ്പെട്ടതെങ്കിലും നിങ്ങളത് നിഷ്പ്രയാസം ചെയ്തു തന്നു. അത് നിങ്ങളുടെ മഹിമ. പക്ഷേ അതുകൊണ്ട് എനിക്കെന്താണ് ഉണ്ടായത്, നിങ്ങൾക്ക് എന്താണ് ഉണ്ടായത് എന്നുള്ളതാണ് ഇവിടെ പറയണത്. പ്രയത്നേന വിനാ യുവാഭ്യാം കൃതം, പ്രയത്നങ്ങളൊന്നുമില്ലാതെ, അതായത് വളരെ ദുഷ്കരമൊന്നുമല്ലാത്ത ഒരു പ്രവൃത്തി ചെയ്ത പോലെയാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ എനിക്കത് ചെയ്തു തന്നിരിക്കുന്നത്. പ്രയത്നേന വിനാ യുവാഭ്യാം കൃതം തത് കർമ്മ, ഇപ്പം ചെയ്തു തീർത്തതായ കർമ്മമുണ്ടല്ലോ അത് ജഗതി പ്രതിഷ്ഠാം അവാപ്സ്യഥ, അതെന്തുണ്ടാവും? ആ പ്രവൃത്തി എന്തായാലും ലോകത്തിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു പ്രവൃത്തി കൊണ്ട് പ്രതിഷ്ഠ കിട്ടും. പ്രതിഷ്ഠ, ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം കിട്ടും എന്നർത്ഥം. അതായത് ശ്രീകൃഷ്ണനും ബലരാമനും എന്നേക്കും ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്നതിനൊരു കാരണം സാന്ദീപനിയുടെ പുത്രനെ നേടിക്കൊണ്ട് കൊടുത്തു എന്നുള്ളത് തന്നെ ആവും എന്നാണ് ഗുരു അനുഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു പദവി ഉണ്ടല്ലോ, എല്ലാ ജനങ്ങൾക്കും നിങ്ങളോട് തോന്നുന്നതായിട്ടുള്ള ഇഷ്ടം, ബഹുമാനം, അത് ഉറപ്പിച്ചോളൂ. എല്ലാ കാലത്തും എല്ലാവരുടെയും മനസ്സിലുണ്ടാവും എനിക്ക് നിങ്ങൾ ചെയ്തു തന്ന പ്രവൃത്തി കൊണ്ട്. അതാണ് ഗുരുദക്ഷിണ കിട്ടിയപ്പോൾ ഗുരു ശിഷ്യന്മാരെ അനുഗ്രഹിച്ചത്. ഇനി പിന്നെന്തിനൊക്കെ ആ പ്രതിഷ്ഠ ഉണ്ടാവുക? രണ്ട് കാര്യങ്ങൾക്ക്. നിങ്ങൾക്ക് ജഗത്തിൽ എന്തായാലും, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പ്രവൃത്തി എന്തായാലും എല്ലാവരും ഓർക്കും, എല്ലാ കാലത്തും അതിനൊരു നിലനിൽപ്പുണ്ടാവും. അതുപോലെ തന്നെ എന്നും നിലനിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. അതാണ് മേ നൃശംസത യുവയോഹ കീർത്തിശ്ച. എൻ്റെ നൃശംസത എന്ന് പറഞ്ഞാലോ എൻ്റെ ക്രൂരത, എൻ്റെ ക്രൂരതയും ഇവിടെ എക്കാലത്തും നിലനിൽക്കും. മാത്രമല്ല യുവയോഹ കീർത്തിശ്ച, നിങ്ങളുടെ യശസ്സും നിലനിൽക്കും. അങ്ങനെ ഇപ്പോൾ ചെയ്തതായ ഈ പ്രവൃത്തി കൊണ്ട് 3 കാര്യങ്ങളാണ് എന്നേക്കുമായിട്ട് ഭൂമിയിൽ നിലനിൽക്കാൻ പോണത്. ഒന്ന്, നിങ്ങളെനിക്ക് ചെയ്തു തന്ന, ശിഷ്യന്മാർ ഗുരുവിന് ചെയ്തു കൊടുത്തതായ ആ ഗരിമയുള്ളതായിട്ടുള്ള, ശ്രേഷ്ഠതയുള്ളതായിട്ടുള്ള ഗുരുദക്ഷിണ. മകനെ യമപുരിയിൽ നിന്ന് തിരിച്ചു കൊടുത്തു, ജീവനോടെ കൊടുത്തു എന്നുള്ളത് ഒരു വലിയ പ്രവൃത്തി. ഇനി മറ്റൊന്ന് എന്നേക്കുമായിട്ട് നിലനിൽക്കാൻ പോണത് ഞാൻ ചെയ്ത ക്രൂരമായിട്ടുള്ള ഒരു ആവശ്യപ്പെടൽ.
മരിച്ചുപോയ മകനെ വേണം എന്നൊക്കെ പറയാൻ പാടും ഒരാൾ. അപ്പോൾ സാന്ദീപനി ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടത് വളരെ ക്രൂരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു എന്നുള്ളത് അതും നിലനിൽക്കും. ഇനി മറ്റൊന്നെന്താണ്? ശ്രീകൃഷ്ണനും ബലരാമനും കൂടി ചെയ്തു കൊടുത്തതായിട്ടുള്ള പ്രവൃത്തി. എന്തു തന്നെ വന്നാലും ആ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഒക്കെ മറികടന്നുകൊണ്ട് ഗുരുവിനു വേണ്ടിയിട്ട് എന്തും ചെയ്തു കൊടുക്കാനുള്ള സന്നദ്ധത അതും എക്കാലത്തും നിലനിൽക്കും. അപ്പോൾ 3 കാര്യങ്ങൾ എന്നേക്കുമായിട്ട് ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും പ്രവൃത്തി കൊണ്ട് നിലനിൽക്കുകയാണ് എന്നാണ് ഇവിടെ സുകുമാരകവി നമുക്ക് പറഞ്ഞു തരുന്നത് സാന്ദീപനിയുടെ വാക്കുകളിൽ കൂടെ. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തമാഗതം പ്രേതപതേ സകാശാദൃഷ്ട്വാ സുതം വീക്ഷ്യ ച ശിഷ്യഭക്തിം പ്രീതിപ്രകർഷാഗതബാഷ്പധാര പതിർദ്വിജാനാം കഥമപ്യവാദീത്. കൃതം പ്രയത്നേന വിനാ യുവാഭ്യാം യദ്ദുഷ്കരേ കർമ്മണി മന്നിയോഗ അവാപ്സ്യഥസ്തജ്ജഗതി പ്രതിഷ്ഠാം നൃശംസതാമേ യുവയോശ്ച കീർത്തി. അങ്ങനെ 3 കാര്യങ്ങൾ നിലനിൽക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് ചെയ്യണത്. ഇനിയുണ്ട് സാന്ദീപനിയുടെ 2 വാക്യങ്ങൾ കൂടി അടുത്തതായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.